സൗഖ്യദായകൻ നീൻ പാപമോചകൻ നീൻ ജീവദായകൻ നീൻ ആത്മസ്നേഹിതൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ചിന്തകളും യേശുവിങ്കിലേക്ക് ഉയർത്താം. ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ തിരുവചനം ആവശ്യപ്പെടുന്നു. നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. രക്ഷകന്റെ തിരുമുമ്പിലായിരിക്കുന്ന നമുക്ക് അവനെ സ്നേഹിക്കാൻ ദൈവം കനിഞ്ഞു തന്ന തിരുമണിക്കൂറാണിത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാനുള്ള കഴിവാണ് ക്രിസ്തീയ വിശ്വാസം എന്നത്. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു മിശിഹ അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താലല്ലാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല എന്ന്. അവൻ്റെ ശിഷ്യരിൽ പലരും ഈ വചനം കേട്ട് അസ്വസ്ഥരായി എന്ന് അവർ അവനോട് വിശദീകരണം ചോദിച്ചപ്പോൾ യേശു അസന്നിഗ്ധമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താലല്ലാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അവൻ്റെ ശിഷ്യരിൽ അനേകം പേർ അവനെ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ അവനെ അനുഗമിച്ചില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, തന്നോടൊപ്പമുണ്ടായിരുന്ന 12 അപ്പസ്തോലന്മാരോടായി തിരിഞ്ഞ്
യേശു ക്രിസ്തു ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ? ശിഷ്യപ്രമുഖനായ പത്രോസ് മറുപടി പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് കർത്താവേ? അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാറ്റ് ഉരച്ചു നോക്കാനുള്ള, അളന്നു നോക്കാനുള്ള അളവുകോല് പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം. സുവിശേഷം അസന്നിഗ്ധമായി പറയുന്നു, പരിശുദ്ധ കൂദാശയില് യേശു മിശിഹായുടെ തിരുസാന്നിധ്യം അറിയാൻ കഴിയുന്നവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്, അവനെ അനുഗമിക്കാൻ യോഗ്യതയുള്ളവരാണ്. ആരെല്ലാം ഈ പരിശുദ്ധ കൂദാശയെ നിഷേധിക്കുന്നുവോ അവരൊന്നും ക്രിസ്തു ശിഷ്യരല്ല. നമുക്ക് ആ വലിയ സത്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ കൂദാശയിലെ ഈശോ എന്നത് ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ തന്നെയാണെന്ന തിരുവചനത്തിൻ്റെ വെളിപ്പെടുത്തലിന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറയാം. കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസത്തെ, ഈ തിരുസാന്നിധ്യത്തിലുള്ള വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുകൾ ഞങ്ങളിലുണ്ട് എങ്കിൽ പരിഹരിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിന്റെ അഭിഷേക സ്ഥാനമായി ദിവ്യകാരുണ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഓർക്കുക സഹോദരങ്ങളെ, എല്ലാ രോഗങ്ങളും വേദനകളും യേശു മിശിഹ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് അനിവാര്യമായി വേണ്ടത് ഈ തിരുസാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ കുറവ് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നെങ്കിൽ രക്ഷകന്റെ തിരുസാന്നിധ്യം ഈ തിരുവോസ്തിയിൽ തിരിച്ചറിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നെങ്കിൽ അവരെല്ലാവരും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവേ, വിശ്വാസത്തിന്റെ ദാനം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസമാണ് രക്ഷിക്കുന്നത്. വിശ്വാസമാണ് രക്ഷിക്കുക. അന്ധനായ മനുഷ്യൻ യേശുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് നിലവിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയേണമേ. പലരും നിശബ്ദനായിരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണ തോന്നണേ എന്നവൻ നിലവിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കരുണ തോന്നണേ എന്ന് ബർത്തേമിയൂസ് എന്ന പിറവിക്കുരുടൻ നിലവിളിച്ചു. പലരും അവനെ ശകാരിച്ചു, മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, രക്ഷ ആവശ്യമുള്ളവൻ ദൈവ സാന്നിധ്യത്തിൽ സർവ്വതും മറന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം പ്രാർത്ഥിക്കാൻ എല്ലാ ബന്ധനങ്ങളെ, തടസ്സങ്ങളെ നമ്മളിൽ നിന്ന് നീക്കുന്നത് വിശ്വാസം എന്ന പരിശുദ്ധാത്മദാനമാണ് എന്ന് തിരിച്ചറിയുക. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അങ്ങനെ സുഖപ്പെടുത്താൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വളർത്തണമേ, ശക്തിപ്പെടുത്തണമേ.